Hi all friends, welcome to MTM Political Talk. കോൺഗ്രസ് പാർട്ടി അതിന്റെ ഏറ്റവും വലിയ ബോഡിയായ CWC കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇപ്പോൾ ബീഹാറിൽ ചേരുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത 24-ാം തീയതിയാണ് ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ ഒരു വേദി കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ബോഡിയാണ് CWC കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. അത് ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനത്ത് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് വലിയ പ്രാധാന്യം ഉള്ള ഒരു വിഷയം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ രാജ്യത്തുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കും. മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുതിർന്ന നേതാക്കളെല്ലാം അവിടെ എത്തപ്പെടും. ഭരണത്തിൽ ഉള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷത്തുള്ളിടത്തു നിന്ന് പ്രതിപക്ഷ നേതാവും മറ്റ് PCC പ്രസിഡന്റ്മാരിൽ ഭൂരിഭാഗവും ഒക്കെ CWCയുടെ മെമ്പർമാരായ മുഴുവൻ ആളുകളും ഈ സമ്മേളനത്തിൽ എത്തപ്പെടും. ബീഹാറിനെ ഒരു ആവേശച്ചൂടിലേക്ക് പാർട്ടിക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഇതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിലാണ് അടുത്ത അവരുടെ CWC ചേരുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാർ തലസ്ഥാനമായ പാറ്റ്നയിൽ സംഘടന ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ തന്നെയാണ് യോഗത്തിൽ ചർച്ചയാവുക. തെരഞ്ഞെടുപ്പ് തന്ത്രം, സ്ഥാനാർത്ഥി നിർണയം, സഖ്യങ്ങൾ, സംഘടന ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങൾ അതുതന്നെയാണ് പ്രധാന ചർച്ചാ വിഷയവും. സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായിട്ടാണ് CWC പാറ്റ്നയിൽ യോഗം ചേരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് പാറ്റ്നയിൽ ചേർന്നതായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായി കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി ബീഹാർ തലസ്ഥാനമായ പാറ്റ്നയിൽ ചേരുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഴുവൻ സംസ്ഥാനങ്ങളിലെ നേതാക്കളും ഭരണത്തിലുള്ള സംസ്ഥാന മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാർ തുടങ്ങിയ മുഴുവൻ രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഈ CWCയിൽ എത്തിച്ചേരുകയും ഏറ്റവും വലിയ ഈ ബോഡിയിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പുത്തൻ ഉണർവിനുള്ള ഒരു വേദിയായി ഈ സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ബീഹാറിൽ തന്നെ അത് ചേരുമ്പോൾ ആ പ്രദേശത്തുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും അതൊരു ആവേശം നൽകും എന്നാണ് കോൺഗ്രസ് പാർട്ടി ഇതുകൊണ്ട് കരുതുന്നത്. ഇത് ചരിത്രപരമായ തീരുമാനം എന്നാണ് ബീഹാർ കോൺഗ്രസ് നേതൃത്വം ഇതിനെ വിശേഷിപ്പിച്ചത്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ തീരുമാനം തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം വർക്കിംഗ് കമ്മിറ്റി ആദ്യമായി ബീഹാറിൽ യോഗം ചേരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത് ഒരു ചരിത്രപരമായ തീരുമാനം എന്ന് അവർ വിശേഷിപ്പിച്ചത്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മുതിർന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ഖാർഗെ, മുതിർന്ന എല്ലാ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കും. അതാണ് CWC. കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാക്കളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ വേണുഗോപാൽ, മുഴുവൻ ആളുകൾ ഈ യോഗത്തിൽ, കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നതാണ് ശരി. അതുകൊണ്ട് തന്നെയാണ് CWC പാറ്റ്നയിൽ ചേരുന്നത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഉണർവ് അവർ കണക്ക് കൂട്ടുന്നത്. അവരെ ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ ആദ്യമായി CWC എത്തുന്നു എന്നതും കൂടിയാണ് ബീഹാർ കോൺഗ്രസ് നേതൃത്വം അതിനെ ചരിത്രപരമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ചത്. തീർച്ചയായും ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനത്ത് പാർട്ടിയുടെ ഉന്നത ബോഡി യോഗം ചേരുന്നു എന്നതുകൊണ്ട് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവേശം തന്നെയാണ്, അതിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ 2015 കോൺഗ്രസ് പാർട്ടി തെറ്റില്ലാത്ത പെർഫോമൻസ് ബീഹാറിൽ നടത്തിയിരുന്നു. 2020 ആകുമ്പോഴേക്കും അതിനെ കുറച്ച് മങ്ങിലേൽക്കുകയായിരുന്നു. അതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി അതിന്റെ ഏറ്റവും ഉയർന്ന വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഇപ്പോൾ ബീഹാറിൽ അടുത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത വേദി ബീഹാറിലാണ് എന്നാണ് ഇപ്പോൾ
അറിയാൻ കഴിഞ്ഞത്. ഏതായാലും 24-നാണ് ഈ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരുന്നതെന്നും അപ്പോൾ മുഴുവൻ രാജ്യത്തുള്ള മുഴുവൻ നേതാക്കളും ബീഹാറിലേക്ക് എത്തുകയും പാർട്ടിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ബീഹാർ കോൺഗ്രസ് കമ്മിറ്റി അതിനെ ചരിത്രപരമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ചത്. തീർച്ചയായും അപ്പോൾ ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ആദ്യമായി ബീഹാറിൽ ചേരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുകയാണ്. വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ അത് താങ്കളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.